JEE എക്സാം നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഫിസിക്സ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാവും, പക്ഷേ ദാറ്റ്സ് ഫാക്ട്. അപ്പോൾ നമ്മൾ JEE എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള എക്സാം ആയിട്ടാണ് ഇപ്പോൾ ഫിസിക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു 80+ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാക്കിയുള്ള ഓവറോൾ എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99% നിങ്ങൾക്ക് ഉയരാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടെ പോവുകയാണെങ്കിൽ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ് എങ്ങനെ പഠിക്കണം, JEE ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുമ്പോൾ എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് JEE ഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഇത് കാണുക. ഓൾസോ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം JEE എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ JEE ഫിസിക്സ് നോക്കുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നിങ്ങൾക്കറിയാം +1 +2 NCERT ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നറിയാമെങ്കിലും ഇതിൻ്റെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഫിസിക്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ JEE സിലബസ് നിങ്ങളൊന്ന് എടുത്തു നോക്കാം. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി എന്നുള്ള കാര്യത്തിൻ്റെ സിലബസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ സ്റ്റഡീസിലേക്ക് കടക്കുമ്പോൾ ഓക്കെ, അതാണ് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ JEE എക്സാം പറയുമ്പോൾ മെയിൻസ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും നിങ്ങൾക്കത് നന്നായിട്ട് ഒരു മാർക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ആയിട്ടുള്ള. അപ്പോൾ ബേസിക്സ് എപ്പോഴും നിങ്ങളുടെ സ്ട്രോങ് ആയാൽ മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് ക്ലാരിറ്റി 100% തന്നെ ഉണ്ടായിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും പാറ്റേൺ മാറി ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യമാണ് ഫോർമുലാസ് ആൻഡ് ഫോർമുലേൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിലാണെങ്കിൽ ഒരുപാട് ഫോർമുലാസും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ആ ഇക്വേഷനിലേക്കൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഫോർമുല ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഷീറ്റ് JEEക്ക് വേണ്ടി സെപ്പറേറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം. സോ ഇതെപ്പോഴും ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്സ്, കോൺസെപ്റ്റ് ആൻഡ് ഫോർമുലാസ് ഷുഡ് ബി നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഫറൻസ് ബുക്കുകൾ. സോ ചൂസ്. വെറുതെ കുറേ റെഫറൻസ് ബുക്കുകൾ നോക്കിയിട്ട് അത് നോക്കുക, ഇത് നോക്കുക, അപ്പുറത്ത് നോക്കുക, അല്ലേ, അങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾ ഒരിക്കലും പോകരുത്. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ബുക്കാണ് ഞാൻ റെഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ JEE ആസ്പിറൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ ഈ ഒരു ചാനലിൽ എന്തിട്ടിട്ടുണ്ട്, ഏതാണ് ബെസ്റ്റ് ബുക്സ് ഫോർ ഫിസിക്സ് എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. ആ ഒരു റൈറ്റ് ബുക്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം NCERT മിസ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. NCERT നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് HC വർമ്മ, ഇറ്റ്സ് എ ഗുഡ് നല്ല ഒരു ബുക്കാണ്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഫിസിക്സ് ഗാലക്സി, അതുപോലെ തന്നെ IE ഇർഡോവിൻ്റെ ബുക്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതോ ഒന്ന് നന്നായിട്ട് ഏതാണോ നിങ്ങൾ റെഫർ ചെയ്യുന്ന റൈറ്റ് ബുക്ക് എന്നുള്ളതൊന്ന് ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. അപ്പോൾ ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്കറിയാം ഇപ്പോൾ JEE ആവുന്ന സമയത്ത് ആദ്യം പറയാനുള്ള കാര്യം നിങ്ങൾ ഒരു ടോപ്പിക്സും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അഥവാ ഓരോ ചാപ്റ്റേഴ്സ് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിന് നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. പിന്നെ സെക്കൻഡ് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. അത് വൈകാതെ തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ എന്തായാലും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് ഇരിക്കുക. റിവിഷൻ നടത്തുമ്പോൾ മാത്രമാണ് അതിൽ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കേണ്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് റിവൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, സെക്കൻഡ് റിവൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിക്കുക കേട്ടോ.
നെക്സ്റ്റ് വൺ ആണ് പ്രാക്ടീസ് സ്മാർട്ട്ലി. കാരണം നിങ്ങൾക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാന്നാണ്. പ്രാക്ടീസ് 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 എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് കൂടുള്ളൂ, കാൽക്കുലേഷൻ വർക്ക്സ് നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അപ്രോക്സിമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം സ്പീഡ് നിങ്ങൾക്ക് കൂടും, അത്രത്തോളം ക്ലാരിറ്റി, അത്രത്തോളം സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ആവും. സോ ഒരുപാട് നിങ്ങൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ, കോൺസെപ്റ്റ് പഠിക്കണം ഇല്ല എന്നല്ല മിസ്സ് പറയുന്നത്, പക്ഷെ ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സോ എന്തായാലും നിങ്ങൾ സ്മാർട്ട്ലി പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് മിസ്സിന് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക. ഒരിക്കലും ഞാൻ രാവിലെ 6 മണി മുതൽ 6:30 വരെ ഇന്നത് ചെയ്യുക, 7 മണി തൊട്ട് 7:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെ ഒരു ടൈം ടേബിൾ ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു, അതായത് ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ന ഒരു ചാപ്റ്റർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തീർക്കും. മെയിനായിട്ട് നമുക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് 1 വീക്കിൽ ചെയ്യാൻ വേണ്ടി തന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ 1 വീക്ക് സമയമുണ്ട്, സോ ഞാൻ അത്രയും സമയം എടുത്ത് ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ ഈ ടൈമും നമ്മളുടെ അസൈൻമെൻറ്റും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന് 1 വീക്ക് കൊടുത്താൽ നിങ്ങൾ ആ 1 വീക്ക് അതിനെടുക്കും. സോ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലി നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ചെറിയ സമയം കൊടുക്കുക. ഇപ്പോൾ അന്ന് വെച്ചിട്ട് 15 മിനിറ്റ്സിൽ ഞാൻ ഒരു ചാപ്റ്റർ തീർക്കും എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്താ, ഇപ്പോൾ ഒരു 1 ഡേ ഞാനൊരു ചാപ്റ്റർ തീർക്കും എന്ന് പറയുകയാണെങ്കിൽ ആ 1 ഡേൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർക്കുക. ഓക്കെ, അല്ലാതെ കുറേ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലാഗ് വരും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരത്തെ തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ പോലും അത്രയും സമയം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. സോ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യമാണ് റിവിഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഏതൊരു ടോപ്പറിൻ്റെ അടുത്തും ഏതൊരു JEE ആസ്പിറൻ്റ് അടുത്തും അല്ലെങ്കിൽ ഒരു IIT അടുത്തും ചോദിച്ചു നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ. സോ അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. കാരണം ഒരു പ്രാവശ്യം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനി ഞാൻ എക്സാമിൻ്റെ സമയത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സാധനം പഠിച്ചതുപോലും ഓർമ്മയുണ്ടാവില്ല. അതൊരു ഹ്യൂമൻസ് സൈക്കോളജിയാണ്, അല്ലെങ്കിൽ ഹ്യൂമനുള്ളൊരു കാര്യമാണ്, എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. സോ അത് മാറ്റിയെടുക്കുക എന്നുള്ളത്, റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ടൈം കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ ഇനി എവിടെയാണ് സമയം? ഉണ്ട്, സമയം നമ്മൾ കണ്ടെത്തണം. കൂടുതൽ സമയം നിങ്ങളിരുന്ന് പഠിക്കണം. ഞാൻ ഒരിക്കലും ഇത്ര മണിക്കൂർ നിങ്ങളിരുന്ന് പഠിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വെനെവർ യു ഗെറ്റ് ടൈം നിങ്ങൾ പഠിക്കുക. അതാണ് ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് JEE സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങളുടെ ലെഷർ ടൈംസ് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ ടൈം നിങ്ങൾ കുറയ്ക്കേണ്ടി വരും. ആൻഡ് വെനെവർ യു ഗെറ്റ് ടൈം പ്രാക്ടീസ്, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പഠിക്കുക. ആ 2 വർഷം നിങ്ങൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധനമാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യരുത്, റിഗ്രറ്റ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ വരുത്താതിരിക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് ഫോർ ദ ലാസ്റ്റ് ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റുകളും PYQസും ചെയ്യുക. ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റുകൾ എഴുതുക. സോ മാക്സിമം ടെസ്റ്റുകൾ എഴുതുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈം വെക്കുക, ചെയ്യുക. ടൈം ഒരു അലാം പോലെയോ അല്ലെങ്കിൽ ഒരു ക്ലോസിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റൂ, ആൻഡ് നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. സോ ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഈ രീതിയിൽ ഞാൻ പഠിച്ച് മുമ്പോട്ട് പോകും എന്നുള്ളൊരു പ്രോമിസ് മിസ്സിന് തരിക. പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഐ വിൽ ലുക്ക്, ഞാൻ നോക്കും എത്ര കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും ഇത് പേഴ്സൺ ടു പേഴ്സൺ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഇതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. ഉറപ്പായിട്ടും ഇതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ആൻഡ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ എക്സാമിനർ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. സോ ഫിസിക്സ്, ലെറ്റ്സ് ഏസ് ഇറ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.